ഫറാത്തും സാദി കൂടി വണ്ടിയായിട്ട് ഏട്ടൻ പോവാ. ഒരു 3 സ്ഥലം പറയും ഫറാത്ത്. 3 സ്ഥലം പറഞ്ഞാൽ നമുക്ക് അതിലൊന്ന് സെലക്ട് ചെയ്യാം. നമ്മൾ ഏതായാലും പോവാം, ബാക്കി വൈക്കുന്ന തീരുമാനിക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ നേരെ കോഴിക്കോട്ടേക്കാണ് പിടിച്ചത്. വരക്കൽ മുല്ലക്കോയ തങ്ങളും ഷംസുലമി അന്ത്യവിശ്രമം കൊള്ളുന്ന മക്ബറയിലേക്കാണ് ഞങ്ങൾ പോയത്. അവിടുന്ന് നല്ല രീതിയിൽ സിയാറത്തും ദുആയും ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ മെല്ലെ പുറത്തേക്ക് ഇറങ്ങി. പുറത്ത് വലിയൊരു കുളം ഉണ്ടായിരുന്നു, വലിയ മീനുകളും ഉണ്ടായിരുന്നു. അത് എന്നാൽ മീനെ ചാമ്പാനായിട്ട് മുകളിലൊരാൾ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. ഏതാണ് ഐറ്റം എന്ന് മനസ്സിലായില്ല. അറിയുന്നവരുടെ പറയണേ. അതുപോലെ ഈ സാദിക്കാട് വേറെ പരിപാടി തുടങ്ങിയിട്ട് പൂച്ചനോട് അങ്ങനെ കളിക്കുകയാണ്. പുരയെ കൊണ്ടാ നോക്കാൻ തോന്നുന്നു. പക്ഷേ പൂച്ച ഒന്ന് തിരിഞ്ഞപ്പോഴേക്ക് അല്ലോന്നും പറഞ്ഞ വേക്കോട്ട് വന്നു. പിന്നെ നേരെ ബീച്ചിലേക്ക് പോയി. തിരമാലകളും നോക്കിയിരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്പോട്ട് ഞങ്ങൾ കിട്ടി. വല്ലാത്തൊരു ഫീലായി അവിടെ ഇരിക്കുക. എന്നാൽ വേറൊരുത്തന് എൻ്റെ ഐഫോൺ ആട്ടോ എന്നിങ്ങനെ കാണിച്ചുകൊണ്ട് നിൽക്കുക. സമയമാണ് 2:10. പക്ഷെ മൂപ്പര് നല്ല ഉഷാറിൽ വീഡിയോ എടുക്കട്ടോ. പെട്ടെന്നാണ് ഒരു മിന്നൽ. ഫസ്റ്റ് ഞങ്ങളൊന്ന് പേടിച്ചു പോയി. അപ്പോഴത്തേക്കും ഞങ്ങളെ ലോഡഡ് ഫ്രൈസ് തന്നു. സാദിക്കിന് ചെറിയൊരു ആക്രാന്തം ഉണ്ടോന്നൊരു സംശയം. 50 രസാതല്ല, ഫറാത്ത് എത്ര കൊണ്ട് കുത്തിയിട്ട് അവൻ്റെ സ്പൂണിനോട്ട് കുടുങ്ങുന്നില്ല. സാധനം എങ്ങനെ 2 കിട്ടി. അതോ മെല്ലെ തിന്ന്. സാദിക്കിന് നടക്കൂലെന്ന് തോന്നിയപ്പോൾ ഞാൻ തന്നെ സ്പൂണിലെടുത്ത് അവന് കൊടുത്ത്. ചെങ്ങായി ഒരു 1.5 തീറ്റ തന്നെ കേട്ടോ. പിന്നെ അങ്ങോട്ട് പിടുത്തം പെട്ടടിയാനും നോക്കി ആ സാധനം തീരുമെന്ന് മനസ്സിലാക്കി ഞാനും തിന്നാൻ തുടങ്ങി. മാഷാ അല്ലാഹ്, അടിപൊളി ടേസ്റ്റ് ആട്ടോ. പെട്ടെന്ന് തന്നെ ഞങ്ങൾ പാത്രം കാലിയായിട്ടുണ്ട്. അന്നപ്പോഴേക്ക് കൂട്ടത്തിൽ പൈസക്കാരൻ ഞാനാന്ന് അറിയിക്കാൻ ബില്ല് സാദിക്ക് തന്നെ കൊടുത്തു. പിന്നെ ഞങ്ങൾ ഫീലമാല് പോയി നോക്കിനു, പക്ഷെ അന്നപ്പോഴേ പൂട്ടി പോയി. പിന്നെ ഞങ്ങൾ തിരിച്ച് നാട്ടിലേക്ക് അങ്ങ് പോകുന്നു. മർക്കസിന്റെ ഗേറ്റ് ഒക്കെ കണ്ടു. മാഷാ അല്ലാഹ്. അപ്പം 3:44 3:44 ടൈം. അൽഹംദുലില്ലാ തിരിച്ചെത്തി. ഇത്രയും നേരം ഉഷാറായിട്ട് ഡ്രൈവ് ചെയ്ത ഫറഹാത്ത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പിന്നെ കാണാം. അസ്സലാമു അലൈക്കും.